എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. സിമ്പിളായിട്ടൊരു ഉച്ചയൂണ് തയ്യാറാക്കാം. നമ്മളിവിടെ തയ്യാറാക്കാൻ പോകുന്നത് മോര് കറിയാണ്. തേങ്ങ ചേർക്കാത്ത മോര്. സിമ്പിളായിട്ട് ഒരു മോര് കറി, പയർ തോരൻ, പിന്നെ നമ്മുടെ കോവയ്ക്ക മെഴുക്ക് പുരട്ടി. അപ്പം ഇതൊക്കെ വെച്ച് നമുക്ക് പെട്ടെന്നൊരു ഉച്ചയൂണ് തയ്യാറാക്കാം. എല്ലാം അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. മോര് താളിക്കാനുള്ളത് ഉള്ളി, മുളക്, ഇഞ്ചി, വെളുത്തുള്ളി എല്ലാം അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. പയർ തോരനുള്ളത് പയറിനകത്ത് പയർ, സവാള, പച്ചമുളക്, കറിവേപ്പില. നമ്മുടെ കോവയ്ക്ക മെഴുക്കുവരട്ടിക്കുള്ള കോവയ്ക്ക അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. നമുക്ക് തയ്യാറാക്കാം. ആദ്യം മോര് കറി ഉണ്ടാക്കാം. വെളിച്ചെണ്ണ ഒഴിക്കാം. ഇപ്പോൾ വെളിച്ചെണ്ണ ചൂടായിട്ടുണ്ട്. നമുക്ക് കടുക് ഇട്ട് കൊടുക്കാം. കടുക് പൊട്ടി വന്നിട്ടുണ്ട്. ഇതിലേക്ക് കൊച്ചുള്ളി, ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക്, ചുവന്ന മുളക്, കറിവേപ്പില. നല്ലതൊന്ന് മൂത്ത് വരട്ടെ. നല്ലത് മൂത്ത് വന്നിട്ടുണ്ട്. പൊടികൾ ആഡ് ചെയ്ത് കൊടുക്കാം. മഞ്ഞൾപ്പൊടി, മുളക് പൊടി, ഉലുവാപ്പൊടി, നുള്ള് കായപ്പൊടി, പച്ചമണം മാറുന്നത് വരെ ഒന്ന് വഴറ്റി കൊടുക്കാം. മൂത്ത് വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ അടിച്ചു വെച്ചിരിക്കുന്ന മോര് ചേർത്ത് കൊടുക്കാം. മോര് ചേർത്തിട്ട് തിളയ്ക്കാൻ പാടില്ല. ജസ്റ്റ് ഒന്ന് ചൂടായാൽ മതി. ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കാം. മോര് നല്ലപോലെ ചൂടായി വന്നിട്ടുണ്ട്. തിളയ്ക്കാൻ പാടില്ല. നമുക്ക് തീ ഓഫ് ചെയ്യാം. പയർ അരിഞ്ഞ് വെച്ചതിലേക്ക് സവാള, പച്ചമുളക്, കറിവേപ്പില എല്ലാം ചേർത്ത് നമ്മൾ തേങ്ങയും ചേർത്തിട്ടുണ്ട്. ഇതിലേക്ക് ഉപ്പും മഞ്ഞൾപ്പൊടി ഇട്ട് ഇളക്കി കടുക് വറുത്തെടുക്കുകയാണ് ചെയ്യുന്നത്. ഉപ്പും മഞ്ഞൾപ്പൊടി ഇട്ടിട്ടുണ്ട്. ഇട്ടതിന് ശേഷം നല്ലപോലെ മിക്സ് ചെയ്തെടുക്കുകയാണ്. നല്ലപോലെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇത് കടുക് വറുത്തെടുക്കാം. തോരൻ തയ്യാറാക്കാൻ വെളിച്ചെണ്ണ ഒഴിച്ച് നമ്മൾ കടുക് പൊട്ടിക്കാൻ പോകണം. അല്പം കടുക് ഇട്ട് കൊടുക്കാം. കടുക് പൊട്ടിയിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ പയർ ചേർത്ത് കൊടുക്കാം. പയർ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. വെള്ളമൊന്നും ഒഴിക്കുന്നില്ല. നമ്മൾ അടച്ചു വെച്ച് തീ കുറച്ചിട്ട് വേവിക്കാൻ പോകണം. ഒന്നാവി വന്നതിന് ശേഷം ഇളക്കി കൊടുക്കാം. ഇളക്കി കൊടുക്കാം. അങ്ങനത്തെ ഉപ്പൊക്കെ ആവശ്യത്തിനുണ്ടോ നോക്കിയിട്ട് ഇട്ട് കൊടുക്കണം. നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തിട്ട് അടച്ചു വെക്കാം. ഉണ്ടാക്കാം. ഉള്ളി, പച്ചമുളക്, ഒന്ന് വഴണ്ട് വരുമ്പോൾ ഇച്ചിരി മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. കോവയ്ക്കയും കൂടെ ചേർത്ത് കൊടുക്കും. ഉപ്പ് നല്ലപോലെ ഇളക്കി മിക്സ് ചെയ്തിട്ട്
അടച്ച് വെച്ച് വേവിച്ചെടുക്കാം. കോവയ്ക്ക തുറന്ന് ഇളക്കി കൊടുക്കാം. തീ കുറച്ചിട്ട് അടച്ചു വെക്കാം. ഉപ്പൊക്കെ ഉണ്ടോയെന്ന് നോക്കിയിട്ട് വേണമെങ്കിൽ ഈ സമയത്ത് ഇട്ട് കൊടുക്കാം. വെന്തിട്ടുണ്ട്. നല്ല പോലെ ഒന്ന് മൂത്ത് വരണം. നല്ലപോലെ ഒന്ന് മൂപ്പിച്ചെടുക്കാം. കളറൊക്കെ ഒന്ന് മാറി വരട്ടെ. ഒന്ന് വെച്ച് തന്നെ ഇളക്കി മൂപ്പിച്ചെടുക്കാം. ഒഴിച്ചു കൊടുത്ത എണ്ണ തന്നെയാണ്. പിന്നെ ഞാൻ എണ്ണയൊന്നും ഒഴിച്ചിട്ടില്ല. ഇതിലേക്ക് നമുക്ക് അല്പം കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുക്കാം. കോവയ്ക്കൊക്കെ ഇവിടെ റെഡി ആയിട്ട് വന്നിട്ടുണ്ട്. കറിവേപ്പിലയും കൂടെ ഇതിൻ്റെ കൂടെ ഒന്ന് മിക്സായി വരട്ട്. കറിവേപ്പില ഇട്ടപ്പം പ്രത്യേക ഒരു മണമൊക്കെ വരുന്നുണ്ട്. കോവയ്ക്ക ഇവിടെ റെഡി ആയിട്ടുണ്ട്. തീ ഓഫ് ചെയ്യും. ഇന്നത്തെ നമ്മുടെ കോമ്പിനേഷൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമ്മുടെ ചോറ്, മോരുകറി, കോവയ്ക്ക മെഴുക്ക് പുരട്ടി, നമ്മുടെ പയറ് തോരൻ. നമ്മുടെ ഇന്നത്തെ സിമ്പിൾ ലഞ്ച് നാടൻ ഉച്ചയൂണ് റെഡി ആയിട്ടുണ്ട്. ഓക്കെ, താങ്ക് യു.